ഗുഡ് മോർണിംഗ് ഗൈസ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കുക്കി തക്കടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഏറ്റുവരുമ്പത്തിൽ പോവാണ്. ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. അനീറ്റ കം ഹിയർ. അതെ, അങ്ങനെ ഞങ്ങള് കുളിച്ച് റെഡിയായി ഗൈസ്. ഇനിയിപ്പം ഏറ്റുവരുമ്പത്തിൽ ചെന്ന് കൈനീട്ട ഇനിയിപ്പം ഉണ്ടാവുമോന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട്. 6:30 ഇനി അവിടെ ചെന്നിട്ട് വിശേഷങ്ങൾ കാണാം ഗൈസ്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതു. ദേ കൈനീട്ടൊക്കെ കിട്ടി. കൃഷ്ണൻകോവിൽ നിന്നും ഏറ്റുവരമ്പലത്തിൽ നിന്നും കൈനീട്ടൊക്കെ മേടിച്ചു. ഇപ്പൊ ഞങ്ങൾ ദേ ഏറ്റുവാര് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. പിന്നെ എന്തിന്റെ വിശേഷം? സുഖാണോ എല്ലാവർക്കും? ഹാപ്പി വിഷു. ഇതിപ്പോ എത്രാമത്തെ തവണയല്ലേ ഹാപ്പി വിഷു പറയുന്നേ? എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് സൂപ്പറല്ലേ. അയ്യോ ദേ സൺകിസ്റ്റ് ഗൈസ്. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. എനിക്ക് പർപ്പിളുകാർ സ്പോൺസർ ചെയ്തത്, കൊളാബ് ചെയ്തത് ഗൈസ്. അതെ, ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൈനീട്ടാണ്. വരുന്നവരോടും പോകുന്നവരോടും മടി കാണുന്നവരോടും എല്ലാം കൈനീട്ടം അങ്ങ് ചോദിക്കുക. ഒരു മടിയും കാണിക്കരുത്, കാരണം നമ്മുടെയാണ് ആവശ്യം. ഏത് ഗൈസ്, ഇതാണ് നമ്മുടെ ഏറ്റുമാനൂർ വീട്ടിലത്തെ കണി. കണ്ട, ഇവിടെ വിളക്കൊക്കെ എത്തിച്ചായിരുന്നു, പക്ഷേ അണച്ചു. ഇത് നമ്മൾ അറയ്ക്കാത്താണ് വെച്ചിരിക്കുന്നത്. എടാ ഹാപ്പി വിഷു കാഴപ്പുന്നെ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അക്കു ഒന്ന് ഗൈസ്, നമുക്ക് ഇനി നമ്മൾ തിന്നാൻ പോവാണ്. ഡ്രസ്സൊക്കെ മാറി ഗൈസ്. ഞങ്ങളിനി ഉറക്കമെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ തിന്നാൻ പോവാണ്. സദ്യ വിളമ്പാൻ ഇലയൊക്കെ വെട്ടി. ഞങ്ങളൊന്ന് രാവിലെ എണീറ്റായിരുന്നു. രാവിലെ എണീറ്റ് ഷോ കഴിഞ്ഞു. അമ്പലത്തിൽ പോയി, അവിടുന്ന് ഷോ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. യെസ്, ദിസ് ഈസ് അക്കു മോൻ. ദിസ് ഈസ് അതെ, ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഷോ. ഇനി വേഗം കഴിക്കാൻ പോവാം.
ഇപ്പൊ എന്തേ ഇങ്ങനെ ഇരിക്കുകയാണ്. അനീറ്റ മരിയ സന്നിയോട് നമുക്ക് അനീറ്റ മരിയ സന്നിയുടെ വിഷുവിനെ പറ്റി നമുക്ക് ചോദിക്കാൻ. കാരണം അവളുടെ ആദ്യത്തെ വിഷയമായിരുന്നു നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നത് ചോദിച്ചറിയാം ഗൈസ്. പറയൂ. ഇതാരും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല, എന്റെ മനസ്സിൽ വരുന്നു. അത് കെട്ടാക്കിയിരുന്ന എനിക്ക് അമ്മ ഇന്നലെ പുതിയ ഡ്രസ്സ് മേടിച്ചു തന്നു. അതെന്റെ ലൈഫിലെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ വിഷുവിന് ഞാൻ ഇതുവരെ അങ്ങനെ പുതിയ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് പുതിയ ഡ്രസ്സ് മേടിച്ചു തന്നു. കൈനീട്ടം കിട്ടി, കൊറേ കൈനീട്ടം കിട്ടി. പിന്നെ അമ്മ ചേച്ചിയാണെങ്കിൽ ഭയങ്കര നല്ല ചേച്ചിയാണ്. ചേച്ചിയാണെങ്കിൽ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരും. എനിക്ക് വേണ്ടി തലേണയൊക്കെ വേണ്ട, തലേണയൊക്കെ വേണ്ട, ഞാൻ തലേണ ഇല്ലാതെ കടന്നോളാന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി തലേണ സാക്രിഫൈസ് ചെയ്ത് ആ തലേണ തലേണ വരെ എനിക്ക് തന്നു. തലേണ ഇഷ്ടമല്ലാത്തോണ്ട് ഇത് അമ്മ പറയിപ്പിക്കുന്നല്ല. അല്ലല്ല, ഇത് ബാക്കി പറ. ഇന്നത്തെ ഒരുക്കങ്ങള് ഇന്ന് കട്ട് ചെയ്തെന്ന് പറ. പച്ചക്കറി കട്ട് ചെയ്ത് രാധാമ്മന്റെ നിർദ്ദേശപ്രകാരം ഞാൻ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത്, ഞാൻ കുക്ക് ചെയ്തില്ലാത്ത ഞാൻ പച്ചക്കറി കട്ട് ചെയ്യാൻ പഠിച്ചു. അതാരും കഴിച്ചില്ല. അല്ല ഇല്ല, ഞാൻ തന്നെ കഴിച്ചു വന്നിട്ടത്. പിന്നെ ആണെങ്കിൽ സുഹൈല് വന്നു, അവന്റെ ഫസ്റ്റ് കാണുന്നത്. അതെ, അമ്മണിയുടെ വ്ളോഗിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവരോട് നമുക്ക് അടുത്ത് പറയാം. മൈക്ക് അവിടെയാ. രാവിലെ ഞങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് കണി കണ്ടിട്ട് അമ്പലത്തിൽ പോയി. ഞാൻ കുറിയൊന്നും ഇതുവരെ പോയിട്ടില്ല. അല്ല, കാണുന്ന അമ്പലത്തിലെ ചന്തലോ ഇതൊക്കെ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയോ? അമ്പലത്തിൽ നിന്ന് മൂന്ന് സ്ഥലം, ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് 2 സ്ഥലത്തുനിന്ന് വിഷു കൈനീട്ടം കിട്ടി. പിന്നെ ആണെങ്കിൽ മറ്റേ അമ്പലത്തിന് മണിമലക്കാവ് അമ്പലത്തിൽ നിന്നും ഞങ്ങക്ക് വിഷു കൈനീട്ടം കിട്ടി. പിന്നെ അമ്മ തന്നു, അമ്മ ചേച്ചി തന്നു, അമ്മിണി തന്നു, അങ്കിള് തന്നു, രാധാമ്മ തന്നു. 5 പേരുടെ വിഷു കഴിഞ്ഞിട്ട് ഇനി പപ്പ വരുന്നുണ്ട്. പപ്പയുടെ ഒന്ന് മേടിച്ചിട്ട് ഞാൻ പോകുള്ളൂ. അക്കുനോട് ചോദിക്കാം. അക്കു പറയൂ, എങ്ങനെയുണ്ടായിരുന്നു വിഷു? പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. വിഷു അടിപൊളി. എനിക്ക് സദ്യ, പ്രത്യേകിച്ച് സദ്യ ഇഷ്ടപ്പെട്ടു. രാധാമ്മയുടെ സദ്യ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നീ വിഷുവിന് ആദ്യമായിട്ടാണോ? വിഷുവിന് ആദ്യമായിട്ടാ. ഓണത്തിന് വന്നിട്ടുണ്ട്, 1-2 തവണ വന്നിട്ടുണ്ട്. വിഷുവിന് ആദ്യമായിട്ടാ. നീ കണി കണ്ടില്ലല്ലോ? ഇനി അടുത്ത തവണ കണി കണ്ടില്ല. സാരില്ല, അടുത്ത കണിയൊക്കെ ഇത് പറഞ്ഞില്ലല്ലോ. ഇത് അക്കു എന്റെ ആദ്യത്തെ ഫസ്റ്റ് വ്ലോഗിൽ വരുന്നതെന്ന് പറ. അതെ, ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് ഞാൻ അമ്മണിയുടെ വ്ളോഗിൽ വരുന്നത്. എല്ലാരും കാണണം. അറിയില്ല, ഞാൻ വൈറലാകുമല്ലോ നിങ്ങളെല്ലാരും വിചാരിച്ചു എന്നെ വൈറലാക്കാം. ലൈക്ക് ചെയ്യുക, എല്ലാരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടാ, എന്റെ വീട്ടിൽ എന്റെ ചേച്ചി ചോദിച്ചു, ബാക്കി എല്ലാരും എന്റെ വ്ളോഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവള് മാത്രമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? പറ, എന്തുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഗൈസ്, അങ്ങനെ നമ്മുടെ വിഷുവിന്റെ രാവിലെ കണിയെല്ലാം കണ്ടു, അമ്പലത്തിലൊക്കെ പോയി, ഫുഡൊക്കെ കഴിച്ചു, സദ്യയൊക്കെ കഴിച്ചു. നിങ്ങൾ കണ്ടു, നമ്മുടെ അക്കു വന്നിരുന്നു, അമ്മയും പപ്പയും എല്ലാം വന്നു, ഫുഡെല്ലാം കഴിച്ചു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്കൊരു 4:30 ടൈമൊക്കെ ആകുമ്പോൾ ഒരു വ്ളോഗ് എന്നൊരു വീഡിയോ എടുക്കാനുണ്ട്, ഷൂട്ടുണ്ട്. അപ്പം അതിലോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പം കൂടെ അനീറ്റ മരിയ സണ്ണി ഉണ്ട്, പിന്നെ കീർത്തികുമാർ വണ്ടി ഓടിക്കുകയാണ്, പിന്നെ 2 പേരും കൂടെ ഉണ്ട്. മേ ബി അക്കു ചിലപ്പം വരും. പിന്നെ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്, ജൂനിയർ. അപ്പം ശ്രീലക്ഷ്മി ഉണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്, അമ്മൂൻ്റെ ഫ്രണ്ട്. നമ്മളിങ്ങനെ ഫുഡ് കിട്ടുമ്പോൾ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. ഞങ്ങൾ എന്തായാലും ഫുഡ് ഇപ്പം കഴിച്ചതേ ഉള്ളൂ, അല്ല ഇപ്പം സദ്യ കഴിച്ചതേ ഉള്ളൂ. നല്ല 2 കൂട്ടം പായസമൊക്കെ ഇടിച്ച് നല്ല സൂപ്പർ സദ്യ രാധാമ്മ ഉണ്ടാക്കിയ സദ്യ കഴിച്ചതേ ഉള്ളൂ. അപ്പം വയറ് നിറഞ്ഞിരിക്കുക. അപ്പം ഓഫ് കോഴ്സ് നമുക്ക് ആൾക്കാർ വേണം. നമ്മുടെ തൊടുപുഴയിലായിരുന്നെങ്കിൽ ഇങ്ങനെ വിളിച്ചാൽ ആൾക്കാർ വന്നേനെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ആൾക്കാരെല്ലാം നാട്ടിൽ വേറെ സ്ഥലത്തൊക്കെ പഠിക്കാൻ പോയതുകൊണ്ട് വലിയ കൂട്ടൊന്നും ഇല്ല. ഇപ്പം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിള്ളേരൊക്കെ വലിച്ചോണ്ട് പോവാണ്. അപ്പം ഇനി നമ്മൾ ഷൂട്ട് ചെയ്യുന്നിടത്ത് പോകുമ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാം, ബാക്കി നമുക്ക് വീഡിയോ വരുമ്പം കാണാം. ഓക്കെ, അപ്പോൾ ഇതുവരെയും വിശേഷം ഇതാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അനീറ്റനെ പറഞ്ഞു വേണം. അക്കു പോയായിരുന്നു, അക്കു മേ ബി വരും, ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് അക്കു പോയത്. അപ്പം അവൻ ചിലപ്പം വരുമായിരിക്കും, അറിയില്ല. അപ്പം എല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട്
ഗൈസ് ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് താണ്ട പെട്ടി കിടക്കൊക്കെ ആയിട്ട് എല്ലാവരും പോകുകയാണ്. അയ്യോ മടുത്തു. ഇന്നത്തെ വിഷു ഇങ്ങനെയാണ് ഗൈസ്. ഈ രാത്രി പടക്കം പൊട്ടിക്കുന്ന കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വ്ലോഗ് അവസാനിക്കാം. ഗൈസ് ഇത് ഞാൻ പരിചയപ്പെട്ടില്ലല്ലോ, ഇതാണ് സുരേഷ്. ഞാൻ പറഞ്ഞായിരുന്നു വ്ലോഗില് എന്റെ കൂടെ 2ാം ക്ലാസ്സിൽ തൊട്ട് വണ്ടിയിൽ കയറാൻ വന്ന കുട്ടിയാണ്. ഇതുവരെ വിട്ടിട്ടില്ല, അന്ന് കൂടിയതാ. ഹലോ ഗൈസ്, അപ്പം ദേ വിഷു നമ്മുടെ ഏകദേശം അവസാനിക്കാറായി. 9:30 ആയി സമയം. അപ്പോൾ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മൾ ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ ദേ അക്കു ഉണ്ടായിരുന്നു, അനീറ്റ് ഉണ്ടായിരുന്നു, അപ്പം ശ്രീലക്ഷ്മി എല്ലാം ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു. അപ്പം അവരെല്ലാം കൊണ്ടാക്കി. അപ്പം ഞങ്ങൾ തിരിച്ചു വന്ന് ഫ്രീ ആയതേ ഉള്ളൂ. ഇനിയിപ്പം കുളിച്ചിട്ട് കിടക്കണം. അതിന് മുന്നേ കഴിഞ്ഞ വിഷുവിന് ഓണത്തിന് എന്തോ മേടിച്ച പടക്കിരിപ്പുണ്ട്, കുറച്ച് കമ്പിത്തിരി അങ്ങനത്തെയൊക്കെ. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് കത്തിക്കാം എന്ന് വിചാരിച്ച്, സ്വന്തമായിട്ടൊരു സന്തോഷത്തിന്. അമ്മു ഭയങ്കരമായിട്ടും ടയേർഡായെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഓർത്തു വന്ന് അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി അപ്പം നമുക്ക് കുറച്ച് പടക്കം പൊട്ടിക്കുന്നത് കാണാം ഗൈസ്. ഇതോടെ പടക്കം കത്തിച്ച് ഞാൻ മടുത്തു. കാരണം വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. കമ്പിത്തിരിയും മത്താപ്പൂവും പിന്നെ ഒരു ഗുണ്ടു പോലത്തെ സാധനം ഉണ്ടായിരുന്നു. എനിക്ക് പേടിയായിട്ട് ഞാനത് പൊട്ടിച്ചില്ല. പിന്നെ ഒറ്റയ്ക്കൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മടുത്ത്, കണ്ണൊക്കെ എന്തോ പോലെ. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ ഗൈസ് വിഷു വ്ളോഗ്. ചെറിയൊരു വ്ളോഗ്, എല്ലാവരെയൊക്കെ ആയിട്ട് സന്തോഷിച്ച് ഉണ്ടു, അത് തന്നെ കണിയും കണ്ടു. അപ്പോൾ നമ്മുടെ ചെറിയ വിഷു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.